ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 3 മണിക്ക് കർത്താവ് മരിച്ച തിരുമണിക്കൂറിൽ കൽദായ കുർബാന. ഈശോ മരിച്ചത് 3 മണിക്കല്ലേ? ആ തിരുമണിക്കൂറിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതായ കൽദായ കുർബാന നല്ലതല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറയാൻ കാരണം? ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും പാമ്പളാനി പിതാവിന്റെ സർക്കുലർ വായിച്ചു. അതിന്റെ പിന്നാലെ ഷൈജുവിന്റെ ഒരു സർക്കുലർ വായിച്ചു. ചില പള്ളികളിൽ മുണ്ടാടന്റെ ഒരു സർക്കുലറും വായിച്ചു, വിശദീകരണ കുറിപ്പ്. ഈ പാമ്പളാനിയുടെ സർക്കുലറിൽ എഴുതിയിരിക്കുന്നത് 5:30 രാവിലെ 5:30 10:30 ഇടയിലോ വൈകുന്നേരം 3:30 6 ഇടയിലോ സിനഡ് നിർദ്ദേശിച്ച കുർബാന ബേമയിട്ട് ചൊല്ലണമെന്നാണ്. പക്ഷേ ഷൈജു അറിയിച്ചിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സിനഡ് കുർബാന ചൊല്ലുക. ഇത് തന്നെയാണ് മുണ്ടാടനും അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പാമ്പളാനി പിതാവിൻ്റെ മേലുദ്യോഗസ്ഥനാണ് മുണ്ടാടൻ. മുണ്ടാടൻ്റെ തലവനാണ്, മേലുദ്യോഗസ്ഥനാണ് ഷൈജു. അതുകൊണ്ടാണ് പാമ്പളാനി പിതാവ് പറഞ്ഞ ആ സർക്കുലറൊക്കെ തിരുത്തിയിട്ട് ഷൈജു പറഞ്ഞിരിക്കുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിക്കെന്നാണ്. അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഈ ഷൈജുവിൻ്റെ തീരുമാനമാണ് എൻ്റെ തീരുമാനം. ഷൈജു പറഞ്ഞിരിക്കുന്ന പോലെ ഈ പള്ളിയിൽ വികാരി ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്കായിരിക്കും കുർബാന. സ്വാഭാവികമായിട്ടും നമ്മളെ സഭയെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികൾക്ക് അത് ഭയങ്കര സങ്കടമായി. കാരണം നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് 3 മണി ഒരു വിചിത്രമായ സമയമാണ്, ഒരു ഓഡ് ടൈം. നമ്മുടെ നാട്ടിലെ ശീലങ്ങളനുസരിച്ച് അത് ഒട്ടും ചേർന്ന് പോകുന്നതല്ല, കുർബാനയ്ക്ക് പറ്റിയൊരു സമയമല്ല, നമുക്ക് പോകാനും പ്രയാസമുള്ള സംഗതിയാണ്. മാത്രമല്ല, ഇങ്ങനെ കർത്താവിൻ്റെ കുർബാന മെത്രാൻ പറഞ്ഞതിന് മുകളിൽ ഷൈജു പറയുന്ന ഒരു അൽമായം പറയുന്ന സംഗതി വികാരിച്ചമാരൊരു കൽപ്പനയായിട്ട് കാണുന്നതൊക്കെ വളരെ സങ്കടം നിറഞ്ഞ ഒരു സംഗതിയാണ്. ലോകത്ത് ഒരു സഭയിൽ നടക്കാത്ത ഒരു കാര്യമാണിത്. അപ്പോൾ ആളുകൾ ഈ കുർബാന കഴിഞ്ഞ് വികാരിച്ചനെ കാണാൻ പോയി. സഭയുടെ കുർബാന രാവിലെ ഷെഡ്യൂൾഡ് സമയത്ത് വേണമെന്ന് തന്നെ, അതായത് സാധാരണ 2 കുർബാനയ്ക്കാണ് പള്ളികളിലുള്ളത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു കുർബാന, ഒന്നുകിൽ രാവിലെ കുർബാന കാരണന്മാർക്കുള്ള കുർബാന, അല്ലെങ്കിൽ മതബോധന കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർബാന, അതിലേതെങ്കിലും ഒരു കുർബാന വേണമെന്ന് പറയാൻ വേണ്ടി ചെന്നു. അപ്പോൾ പല വികാരിച്ചന്മാർ, ഒറ്റ വികാരിച്ചന്മാരെ പല വികാരിച്ചൻ സമ്മതിച്ചില്ല. ഒരു വികാരിച്ചൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് ബൈബിൾ അറിഞ്ഞുകൂടാ. ഈശോ എപ്പോഴാണ് മരിച്ചത്? ഉച്ച കഴിഞ്ഞ് 3 മണിക്കല്ലേ? അത് തിരുമണിക്കൂറല്ലേ? ആ സമയത്ത് കുർബാന അർപ്പിക്കുന്നതും പങ്കെടുക്കുന്നതും വിശുദ്ധമായ കാര്യമല്ലേ? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? അപ്പോൾ സഭയെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികൾ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഉച്ച കഴിഞ്ഞ് 3 മണി എന്നത് ഒരു വിചിത്ര സമയമാണ്. നമുക്ക് ആർക്കും വരാൻ പറ്റില്ല. ആർക്കും വരാൻ പറ്റാത്ത സമയത്താണോ നമ്മുടെ കർത്താവിൻ്റെ കുർബാന വെക്കേണ്ടത്? കർത്താവിനെ അങ്ങനെ അവഹേളിക്കാൻ പാടുണ്ടോ? കർത്താവിനെ കാണാനായിട്ട് എല്ലാവർക്കും കഴിയുന്ന സമയത്തല്ലേ കുർബാന വെക്കേണ്ടത്? മാത്രമല്ല, പരമ്പരാഗതമായിട്ട് നമ്മൾ രാവിലെയാണ് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നത്. പരമ്പരാഗതമായിട്ട് കത്തോലിക്ക സഭയിൽ എല്ലാ സഭകളിലും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് രാവിലെ നമ്മൾ കുർബാന പങ്കെടുക്കുന്നത് എന്നതിൻ്റെ ദൈവശാസ്ത്രമൊന്നും സഭവിശ്വാസികൾ പറഞ്ഞില്ല. പക്ഷെ അവർ പറഞ്ഞു, പണ്ട് മുതലേ എല്ലാ സഭകളിലും പാരമ്പര്യം, കത്തോലിക്ക സഭയുടെ പാരമ്പര്യം രാവിലെ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ്. അത് അവർ വികാരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് രാവിലെ നമ്മൾ പങ്കെടുക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 28-1 മുതൽ 9 വരെ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. സാബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നേരം വെളുക്കുമ്പോൾ മഗ്ദല മറിയവും മറ്റേ മറിയവും കല്ലറ കാണാൻ ചെന്നു. സ്ത്രീകൾ കബറടങ്കത്തിലേക്ക് പോകുന്നത് ആഴ്ചവട്ടത്തിന്, സാബത്ത് കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. ഞായറാഴ്ച എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടില്ല, ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ദിവസം. തേലക്കടച്ചൻ പറയുന്നതാണ്, ഈ സൂര്യൻ്റെ ദിവസത്തിലേക്ക്, സൂര്യനിലേക്ക് കിഴക്കോട്ട് തിരിയാൻ വേണ്ടി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിലാണ് ഈ ഞായറാഴ്ചയിലേക്ക് വിശുദ്ധ കുർബാന മാറ്റിയെന്നാണ് ബൈബിൾ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം എഴുതപ്പെടുന്നത് AD 70 മുമ്പാന്ന് ഓർക്കണേ. AD 70 മുമ്പ്, 4-ാം നൂറ്റാണ്ടിലല്ല, 1-ാം നൂറ്റാണ്ടിൽ. മനസ്സിലായോ? എന്നിട്ട് ഇവർ പറയാണ്, ഈ തലക്കടച്ചൻ പറയാണ്, ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അല്ല, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഈശോ ഉത്ഥാനം ചെയ്യുകയും ആ ഉത്ഥിതമായുള്ള കൂടിക്കാഴ്ച നമുക്കൊന്ന് കാണാം. അങ്ങനെ മറ്റേ മറിയവും മറിയവും കബറടത്തെങ്കിൽ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ മാലാഖ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ച് വിറച്ച് മരിച്ചവരെ പോലെയായി. മാലാഖ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, അവൻ അരുളി ചെയ്തൊരു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് 8-ാമത്തെ വാക്യം, സ്ത്രീകള്
അപ്പോൾ വേഗത്തിൽ ഭയത്തോടും സന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന് ശിഷ്യന്മാരെ അറിയിക്കാൻ പോയി. മാലാഖ അങ്ങനെ പറഞ്ഞിരുന്നു ശിഷ്യന്മാരെ അറിയിക്കണമെന്ന്. എന്നാൽ ഉത്തിതനായ ഈശോ അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. ഈ സ്ത്രീകള് അടുത്ത് ചെന്ന് അവന്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവനെ ആരാധിച്ചു. നോക്കുക, ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം, ഞായറാഴ്ച ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം അതിരാവിലെ ഈ സ്ത്രീകള് ഉത്തിതനായ ഈശോയെ കാണുകയും അവന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കുകയും ചെയ്തു. ഇതാണ് വിശുദ്ധ കുർബാന. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ച. ഇതേ കാര്യം തന്നെ വേറെ ഇല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ മഗ്ദലന മറിയം, പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞല്ലോ, ഈ മഗ്ദലന മറിയത്തിന്റെ അനുഭവം വേറിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 20:1-17 വരെ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലന മറിയം കബറടുത്തെങ്കിലേക്ക് ചെന്നു. കല്ലറ തുറന്ന് കിടക്കണ കണ്ടു. മഗ്ദലന മറിയം ഓടിച്ചെന്ന് ഈശോ സ്നേഹിച്ച ശിഷ്യനോടും പത്രോസിനോടും പറഞ്ഞു. അവര് കല്ലറങ്കിലേക്ക് ഓടി. അവര് കല്ലറങ്കിൽ കച്ചയും തൂവാലും കിടക്കുന്നത് കണ്ടു. ഇതൊക്കെ നമ്മുടെ കുർബാന ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാസ 3 പ്രാവശ്യം മുട്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കാണുന്നത് 11 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്? മഗ്ദലന മറിയം കർത്താവിനെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കി. അപ്പൊ ഈശോ അവരോട് പറഞ്ഞു, നീ എന്നെ പിടിച്ചു വെക്കാതിരിക്കുക. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ കർത്താവിനെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. മഗ്ദലന മറിയം അത് തുടർന്നു. അപ്പൊ കർത്താവ് പറയാണ്, നീ എന്നെ പിടിച്ചു വെക്കാതിരിക്കുക. ആവർത്തിക്കട്ടെ, സ്ത്രീകള് ഉത്തിതനായ ഈശോയെ കണ്ടത്, കൂടിക്കാഴ്ച നടത്തിയത് ഞായറാഴ്ച അതിരാവിലെയാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ. ഇത് നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ്. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാർ പറയുന്നത് ഇത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ്. അന്ത്യത്താഴത്തിന്റെ ഓർമ്മ. അതാണ് ഇവരിങ്ങനെ ഈ ജനാഭിമുഖം വേണമെന്നൊക്കെ പറയുന്നതിന്റെ കാരണം. ഈ അന്ത്യത്താഴം എന്താണെന്ന് അവർക്ക് അറിയില്ല. അന്ത്യത്താഴത്തിൽ അവർ ഇരുന്ന രീതി അറിയില്ല. ഈ ആകെ കൂടി 16-ാം നൂറ്റാണ്ടിൽ ലിയനാർഡോ ദാ വിഞ്ചി വരച്ച ചിത്രമാണ് അവർ അടിസ്ഥാനമാക്കണേ. അങ്ങനെയല്ല ആദ്യ നൂറ്റാണ്ടിൽ അവർ ഭക്ഷണത്തിന് ഇരുന്നത്. ഇങ്ങനെ സി ആകൃതിയിലുള്ള മേശകളാണ്. അതിൽ തന്നെ ഈശോ ഇരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയല്ല, നടുവിലത്തെ മേശയിലല്ല, ഇവിടെയാണ് ഇരിക്കുന്നത്. ഈശോയുടെ വലത്ത് വശത്ത് യോഹന്നാൻ, ഇടത്ത് വശത്ത് യൂദാസ്, പത്രോസ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് സേവകൻ ഇരിക്കാനുള്ള സ്ഥലം. നിങ്ങൾ ഇല്ലേ, വലിയവൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ സേവകനുമായിരിക്കണം, പരിചാരനുമായിരിക്കണം കർത്താവ് പറഞ്ഞിരുന്നു. നേതാവ് പത്രോസ് ആയതുകൊണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഈശോയോട് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് പത്രോസ് ഇവിടെ നിന്ന് യോഹന്നാനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു. എന്തുകൊണ്ട് ഈശോ ഇവിടെ ഇരിക്കുന്നത്? നടുവിലല്ല ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ആതിഥേയനുള്ള സ്ഥലം. അവിടെ ആതിഥേയന്റെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഉള്ളത്, പ്രധാനപ്പെട്ട അതിഥികളുടെ സ്ഥലം. ആതിഥേയൻ തൊട്ട് വലത്തുവശത്തിരിക്കും. യോഹന്നാന്റെ വീട്ടിലായിരുന്നു, സെബദയുടെ വീട്ടിലായിരുന്നു അന്ത്യത്താഴം, മർക്കോസിന്റെ അമ്മയുടെ വീട്ടിലല്ല. ഇതൊക്കെ നിങ്ങൾ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകത്തിലെ നസറത്തിലെ യേശുവിൽ നിങ്ങൾക്കത് വിശദമായിട്ട് വായിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സി ആകൃതിയിൽ കിടന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. റിക്ലൈനിങ് എന്ന് പറയാം, ചാരിക്കിടന്ന്. അപ്പോൾ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയായിരുന്നെങ്കിൽ നമ്മൾ നിലത്ത് ചാരിക്കിടന്ന് ഇങ്ങനെയുള്ള ഒരു മേശയിൽ ചെയ്യുമായിരുന്നു, കിടന്ന്. അങ്ങനെയല്ല ഉണ്ടായത്. ഈ ഇന്ത്യൻ കുർബാനയിലേക്ക് ഇരുന്ന് ചെയ്യുന്നതിന് കാരണം ഇത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. അതിനെ ഭാരതവൽക്കരിച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ എഴുന്നേറ്റുന്ന കുർബാന ചൊല്ലുന്നത്. കാരണം എന്താ? കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്. അപ്പോൾ ആ കുഞ്ഞാടിനെ, ഉത്തിതനായ ഈശോയെ കണ്ടുമുട്ടുന്ന രംഗമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് തിരുവുത്ഥാനം ഇല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇല്ലെന്ന് പറയുന്നത്. തിരുവുത്ഥാനം എന്തെന്നറിയാത്തത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയെ എന്ന കൂതാശിയെ ഈ അകത്തോലിക്ക സമുദായങ്ങൾ നിഷേധിക്കുന്നത്. അവർക്ക് എന്താണ് തിരുവുത്ഥാനം എന്നറിയില്ല, എന്താണ് ശരീരം എന്ന വാക്കിന് അർത്ഥം അറിയില്ല, ആത്മാവെന്ന വാക്കിന് അർത്ഥം അറിയില്ല, ദേഹമെന്ന വാക്കിന് അർത്ഥം അറിയില്ല. അവർക്ക് ആ കൂടി ഇങ്ങനെ ഏകശില എന്ന് പറയുന്ന പോലെ ഏക അർത്ഥങ്ങളാണ് എല്ലാവർക്കും അവർക്കുള്ളൂ അറിയുള്ളൂ. അതിന് ഒരുപാട് പൊരുളുകളുണ്ട്, ആഴങ്ങളുണ്ട്. ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പോകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. ഉത്തിതനുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയത് ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം അതിരാവിലെയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ കുർബാന ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയായതുകൊണ്ട് ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം ഞായറാഴ്ച രാവിലെ ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് നസറത്തിലെ യേശു എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥത്രയത്തിൽ 2-ാമത്തെ വോള്യത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകം കൂടി ഞാൻ വായിക്കുകയാണ്. ഈ കൂദാശയുടെ വിശുദ്ധ കുർബാന ആഘോഷം
തിരുവുത്ഥാനത്തിന്റെ ഓർമ്മയാചരണവുമായി ബന്ധപ്പെട്ടതാണ്. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാചരണമല്ല, തിരുവുത്ഥാനത്തിന്റെ ഓർമ്മയാചരണം. ആഴ്ചയുടെ ആദ്യ ദിവസമാണ്, അന്ന് പ്രഭാതത്തിലാണ് ഉത്ഥിതനുമായുള്ള കർത്താവുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച നടന്നത്. ഈശോയുടെ മരണം കഴിഞ്ഞ് 3-ാം ദിവസമായിരുന്നു അത്, അതായത് ഞായറാഴ്ച പ്രഭാതം. സ്വാഭാവികമായും ആഴ്ചയുടെ ആദ്യ ദിവസത്തിന്റെ പ്രഭാതം ക്രിസ്തീയ ആരാധനയുടെ മണിക്കൂറായി രൂപാന്തരപ്പെട്ടു. കണ്ടോ എത്ര കൃത്യമായിട്ടാണ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ക്രൈസ്തവ ആരാധന ആഴ്ചയുടെ ആദ്യ ദിവസം രാവിലെയായി. ക്രൈസ്തവ ആരാധന, സ്ത്രീകളിങ്ങനെ കർത്താവിന്റെ കാൽപ്പാദം കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ആ ആരാധനയാണിത്. ഞായറാഴ്ച കർത്താവിന്റെ ദിവസമായി. ക്രിസ്തീയ ആരാധന നടന്നിരുന്ന സ്ഥിരമായ ഒരു സമയം ആദ്യകാലത്ത് തന്നെ 4-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റ് ചക്രവർത്തിയല്ല, സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി തീർന്നു. ഇതുകൊണ്ടാണ് സത്യവിശ്വാസികൾ അച്ഛന്മാരുടെ പറഞ്ഞത് ഞായറാഴ്ച രാവിലെയാണ് കുർബാന വേണ്ടത്. ആരാധന സ്വഭാവത്തിനും രൂപത്തിലും വളരെ നിർണായകമായിരുന്നു ഈ പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം. അത് ബൈബിളിൽ നിന്നും ഉണ്ടായ പാരമ്പര്യമാണ്. നിർവചന സ്വഭാവമുള്ളതാണ്, ഡിഫൈനിങ് നേച്ചർ. ഞായറാഴ്ച രാവിലെ എന്നുള്ളത് അതൊരു ഡിഫൈനിങ്, നിർവചന സ്വഭാവമുള്ളതാണ്. വിശുദ്ധ പൗലോസിന്റെയും സുഹൃത്തുക്കളുടെയും ത്രോവാസിലേക്ക് യാത്രയുടെ ദൃക്സാക്ഷി വിവരണത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടി. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 27. അപ്പസ്തോലിക യുഗത്തിൽ തന്നെ അപ്പം മുറിക്കലിന്റെ സമയം ഉത്ഥാന ദിവസത്തിന്റെ പ്രഭാതമാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നാണ് ഇതിനർത്ഥം. ഉത്ഥാന ദിവസത്തിന്റെ പ്രഭാതം ആണ് ദൈവാരാധന സമയം. ഇതുകൊണ്ടാണ് ഞായറാഴ്ച രാവിലെ ഉത്ഥിതനായ കർത്താവുമായുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് വിശുദ്ധ കുർബാന ആഘോഷിക്കാൻ ആരംഭിച്ചത്. ഉത്ഥിതനായ കർത്താവിനെ ആഴത്തിൽ അനുഭവിച്ചറിയാനുള്ള ആഘോഷമായി അപ്പോഴേക്കും വിശുദ്ധ കുർബാന മാറിയിരുന്നു. ഇതേ കാര്യം 1 കൊരിന്ത്യർ 16:2 പറയുന്നുണ്ട്. ആഴ്ചയിൽ ആദ്യ ദിവസമാണ് അല്ലേ പൗലോസ് പറയുന്നത്, നിങ്ങൾ സമ്മേളിക്കുമ്പോൾ, കുർബാന അർപ്പിക്കാൻ സമ്മേളിക്കുമ്പോൾ ഒരു പിരിവെടുക്കണം. അതുകൊണ്ട് നമ്മൾ കുർബാനയ്ക്കിടയിൽ പിരിവെടുക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന സമയത്ത് മറ്റുള്ളവരും സ്നേഹിക്കാൻ വേണ്ടി, ദൈവസ്നേഹവും പരസ്നേഹവും, അതിനുവേണ്ടി കളക്ഷൻ. ദൈവസ്നേഹത്തിന്റെ സമയത്ത് തന്നെയാണ് പരസ്നേഹം ഉണ്ടാകേണ്ടത്, അതുകൊണ്ടാണ് കളക്ഷൻ. അപ്പോൾ ദൈവത്തിന് ആളുകൾക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള കളക്ഷൻ. ഇതെല്ലാം എത്രയോ ദൈവശാസ്ത്രപരമായി ആഴമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവകൽപ്പന പഠിക്കുമ്പോൾ സാബത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്നല്ല പുതിയ നിയമത്തില്, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നാണ്. വെളിപാട് 1:10. കർത്താവിന്റെ ദിവസം എന്നാ പറയണേ, സാബത്ത് നല്ല പുതിയ നിയമത്തില് കർത്താവിന്റെ ദിവസം. സാബത്തിന്റെ പടച്ചോനായ ഈശോ സാബത്ത് ആചരണം ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് അന്ന് കോൺസ്റ്റന്റ് ചക്രവർത്തി അല്ല സാബത്തിൽ നിന്ന് ഞായറാഴ്ചയ്ക്ക് മാറ്റിയത്. ചില ആൾക്കാരൊക്കെ ഇരുന്ന് മനോവ അങ്ങനെ ചില ആളുകളൊക്കെ ഇരുന്നിട്ട് മറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. അവർക്ക് ബൈബിൾ അറിയാത്തത് കൊണ്ട് പറയുന്നതാണ്. ഈ തേലക്കടച്ചൻ പറഞ്ഞ അങ്ങനെ തന്നെ വിഴുങ്ങിയിട്ട് പറയുന്നതാണ്. ബൈബിൾ വായിക്കാൻ പറയും അവരോടൊക്കെ. മനോവക്കാരോടും മനോവ എന്ന് പറയുന്ന ഒരുത്തനോട് എവിടെയോ ഓസ്ട്രേലിയ വിടുന്നിട്ടൊക്കെ എഴുതി വിടുന്നുണ്ട്. അദ്ദേഹത്തോട് ബൈബിൾ വായിക്കാൻ പറയൂ. ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് ഞായറാഴ്ച അതിരാവിലെ നമുക്ക് ഷെഡ്യൂൾഡ് സമയത്ത് കുർബാന വേണമെന്ന് സത്യവിശ്വാസികൾ പറയുന്നത്? ഈ ബൈബിൾ വെച്ചിട്ടാണ്, വിശുദ്ധ പാരമ്പര്യം വെച്ചിട്ടാണ്, ഉത്തിതനമായ കൂടിക്കാഴ്ചയാണ്. ഇത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപയിലെ വൈദികർക്ക് അറിയില്ല. അറിഞ്ഞാലും അവരറിഞ്ഞ മട്ട് നടിക്കില്ല. കാരണം അവർ സാത്താന്റെ നിയന്ത്രണത്തിലാണ്. യൂദാസ് അപ്പക്കഷ്ണം സ്വീകരിച്ചപ്പോൾ സാത്താൻ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് യൂദാസിനെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ വിമത വൈദികർ കുർബാന അർപ്പിക്കുമ്പോൾ കർത്താവല്ല, സാത്താനാണ് അവരുടെ ഉള്ളിലേക്ക് പോകുന്നത്. കാരണം കർത്താവിനെയും കർത്താവിന്റെ സഭയെയും ഇതുപോലെ ഒറ്റക്കൊടുത്ത വേറെ വൈദികർ ലോക ചരിത്രത്തിൽ തന്നെയില്ല. ഇനി സത്യവിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും പല ഗ്രൂപ്പുകളിലാണ് വർക്ക് ചെയ്യുന്നത് സഭയ്ക്ക് വേണ്ടി, പല സംഘടനകളിൽ. ആ സംഘടന തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏത് സംഘടനയിൽ വർക്ക് ചെയ്യുന്നുവോ ആ സംഘടനയുടെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുക. അതേസമയം നിങ്ങളുടെ സ്വന്തം ഇടവക പള്ളിയിൽ കുർബാൻ പങ്കെടുക്കേണ്ടി വന്നാൽ അത് 3 മണിക്കാണെങ്കിലും ഏകീകൃത കുർബാന മാത്രം പങ്കെടുക്കാൻ പരിശ്രമിക്കുക. പള്ളി പോകാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ സംഘടന തീരുമാനിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത്, അതൊക്കെ നിങ്ങളെ സംഘടന എങ്ങനെ തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം പള്ളിയിൽ കുർബാൻ പങ്കെടുക്കേണ്ടത് വന്നാൽ ഈ ജനാഭിമുഖം എന്ന് പറയുന്ന ആ കുർബാനിൽ പങ്കെടുക്കാൻ പാടില്ല. നിങ്ങൾ ഏകീകൃത കുർബാനിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കുക. നമുക്കറിയാം, ഈ വിമത വൈദികര് സന്മനസ്സോടെയല്ല ഇത് നശിച്ചു പോകട്ടെ, കൽദായര് നശിച്ചു പോകട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ആയിരിക്കാം അവര് കുർബാന അർപ്പിക്കുന്നത്. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പുണ്ടാവും. എങ്കിലും അവരെ നോക്കേണ്ടതില്ല. ചുരുങ്ങി പക്ഷെ കുറച്ചു നേരമെങ്കിലും അവർ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമല്ലോ. കർത്താവുമായി കൂടിക്കാഴ്ച നടത്തുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.